അപ്പോൾ ആ ഒരു സിനിമയുടെ കഥയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളോ കഥാപാത്രങ്ങൾ എന്താണ് എന്നൊന്നും പുറത്ത് ഇതുവരെ അവർ വിട്ടിട്ടില്ല, എനിക്കും അറിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് ഇപ്പോൾ ലാലേട്ടൻ തന്നെ ഒരിക്കൽ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഒരു ലോജിക്കും ഇല്ലാതെ എന്താ പറയുക, ദ വേൾഡ് ഓഫ് മാഡ്നസ് അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ട്രെയിലറിൽ കണ്ടത്. പിന്നെ ആ ട്രെയിലർ നമുക്ക് ട്രെയിലറല്ല ടീസർ കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ടീസർ കാണുമ്പോൾ നമുക്കറിയാം അതിലിങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരുപാട് കാര്യങ്ങൾ അയാളെക്കുറിച്ച് കേൾക്കുന്നു, തളർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തളർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് ഈ പറയുന്ന പോലെ ദിലീപ് ഫാൻസിനൊക്കെ ഒന്നൊരു കോരിത്തിരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ടീസർ തന്നെയാണത്. പിന്നെ അതിൽ പറയുന്നുണ്ടല്ലോ ഈ പ്രാവശ്യം എന്തായാലും മിസ്സാവില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അഴിഞ്ഞാട്ടം എന്നൊക്കെ പറഞ്ഞ ലാലേട്ടൻ്റെ ഒരു വോയിസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഡിസംബറിലാണ്, ക്രിസ്മസിനാണ്, വെക്കേഷൻ സമയത്താണ്, ആഘോഷത്തിൻ്റെ സമയമാണ്. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെ ദിലീപ് ശക്തമായിട്ട് തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഈ പറഞ്ഞ പോലെ ദിലീപ് പ്രിൻസ് ആൻഡ് ഫാമിലിയൊക്കെ ഒരു ഹിറ്റ് ഉണ്ടെങ്കിൽ കൂടി ശരിക്കുള്ള ഒരു ദിലീപിനെ നമ്മൾ കണ്ടിട്ട് ശരിക്കും കാലം കുറയായി. അതായത് പ്രിൻസ് ആൻഡ് ഫാമിലി കുറച്ചുകൂടി ഇമോഷണലാണ്. പക്ഷെ നമുക്ക് ഒരു ഇളകിയിട്ടുള്ള ഒരു ദിലീപ്, നമ്മളൊരു പറക്കുന്ന ലീഗലോ CID മൂസയിലോ ഒക്കെയുള്ള ഒരു ദിലീപ് കുബേരല്ലോ ഒക്കെ കണ്ടിട്ടുള്ള ഒരു ദിലീപ് ഉണ്ട്. ഒരിക്കലും നമുക്ക് ആ ഒരു പഴയ കോമഡിയോ അല്ലെങ്കിൽ പഴയ തരത്തിലുള്ള കോമഡി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ്റെ സ്വാഗ് ഇന്നത്തെ ഒരു ന്യൂ ജനറേഷൻ, എനിക്കൊന്ന് ഇവർ വിനീതും ധ്യാനിയായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ ദിലീപ് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു അധികം സീൻസൊന്നും ഇല്ല ശരിക്കും. പക്ഷെ വിനീതും ദിലീപും അതിൻ്റെ കൂടെ ലാലേട്ടൻ ആരൊക്കെയായിട്ട് കോംബോ ഉള്ളതെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും പ്രതീക്ഷയോടെയാണ് എന്തായാലും സിനിമാ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ബോക്സ് ഓഫീസിലും ആ ഒരു വിജയം ആവശ്യമാണ്, ദിലീപിനും ആവശ്യമാണ്, നമ്മുടെ കേരള ബോക്സ് ഓഫീസിലും അതൊരു ബൂസ്റ്റ് തന്നെയാവും എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്.